ഹായ്. പിന്നെ ഇവളും പിന്നെ അനിയനും കൂട്ടി കുറേ ദിവസമായി എന്നോട് പറഞ്ഞേ, എടാ ഞാൻ ബസ്സിൽ പോണ വീഡിയോ എടുക്ക്, ബസ്സിൽ പോണ വീഡിയോ. അപ്പോൾ ഇന്നിപ്പോൾ അതാ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുക ബസ്സിലിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരമായിട്ട് ഇപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇതാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട നേരെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയണ്ട, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ വലിയ ടൈമിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒരു മാക്സിമം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വീഡിയോ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫസി പറഞ്ഞ് ഞാൻ വണ്ടി ഓടിക്കാൻ വീഡിയോ എടുത്തോ പറഞ്ഞ്. അപ്പോൾ ഞാൻ കണ്ടുള്ളത് അവനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇവിടെ മുഖം ഒന്ന് കാണിച്ചു കേട്ടോ. അടിപൊളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നോക്കിക്കേ, കണ്ടോ ഗ്ലാമറായിട്ടേ. അപ്പോൾ അതാ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അനിയൻ്റെ വണ്ടി കണ്ട് അല്ലേ, അനിയൻ്റെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നല്ല ലെവലിൽ അവിടെ ആ വണ്ടി തന്നെ ആ ഷൂട്ട് എടുക്കാൻ പറ്റുകയാണ്. ബിസ്മില്ല എന്നുള്ള ബസ്സിൻ്റെ പേര്. നമ്മുടെ പടിഞ്ഞാറങ്ങാടി എന്ന് വെച്ചാൽ പടിഞ്ഞാറങ്ങാടി ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മുടെ തൃത്താല പട്ടാമ്പി ഈ റൂട്ടിൽ ഓടുന്ന ബസ്സാട്ടത്. അപ്പോൾ നേരത്തെ ആദ്യം ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ചെറിയ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്താ സൈഡിൽ നിന്നിട്ട് കുറച്ച് ഷൂട്ടും പിന്നെ ഉള്ളിലത്തെ കുറച്ച് ഷൂട്ടൊക്കെ നിർത്തി പരിപാടി കണ്ടില്ലേ. ഈ ഗ്ലാസ്സിൽ കൂടെ എൻ്റെ ആ ഇതടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ഷോട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്താണ്. ഇടത്തെ സൈഡിലെ ഗ്ലാസ് കാണാൻ പറ്റുന്നില്ലേ, ഗ്ലാസ് റൈറ്റ് സൈഡിൽ അത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ ബസ്സിലെ തിരക്ക് കുറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി, ബസ്സിൽ ചെറിയ തിരക്ക് കുറഞ്ഞു. അങ്ങനെ നേരെ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു. ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നിട്ട് അവിടുന്ന് കുറച്ച് ഷൂട്ട് ചെയ്തു. അവിടുന്ന് ഷൂട്ട് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സംഭവം. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ കിട്ടില്ല. ആ ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. പിന്നെ അവൻ്റെ ഡ്രൈവിങ് കുറേ യാത്രക്കാരായിട്ട് പോകണം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ യാത്രക്കാരനായിട്ട് അതിൻ്റെ ഇടയിൽ അവനറിയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അവൻ അറിഞ്ഞിട്ടും കുറച്ച് നമ്മുടെ പട്ടാമ്പി പാലം ചെന്നിപ്പോൾ നേരെ സ്റ്റാൻഡിലേക്ക് കയറാൻ പോകണം. അപ്പോൾ അതിൻ്റെ കുറേ ഷൂട്ട് എടുത്തപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തത്. സംഭവം ഇവിടെയല്ല, കുറേ നാളായിട്ട് ചെക്കൻ പറഞ്ഞ കാര്യം സാധിച്ചു കൊടുത്തു. ഇതാണ് അവൻ്റെ ഒരു ഫീൽഡ്. അവൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ് തന്നെയാണ്. രണ്ടാകുമ്പോൾ